നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഫിൻലാൻഡിലെ ചെലവുകൾ എങ്ങനെയൊക്കെയാണെന്നും നാട്ടിൽ നിന്ന് വരുമ്പോൾ എത്ര രൂപ കൈ കരുതണമെന്നും എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട്. ഇന്ന് നമുക്ക് ഒരു മാസം ഇവിടെ ഉണ്ടാകുന്ന ചെലവുകൾ എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനമായിട്ടും നോക്കുമ്പോൾ നമ്മുടെ താമസമാണ് നോക്കേണ്ടത് ആദ്യമായിട്ട്. നമുക്കിവിടെ 400 യൂറോ റേഞ്ച് മുതൽ സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ അതിനകത്ത് ഈ അഡീഷണൽ ചാർജ് വരുന്നത് പറയുന്നത് നമ്മുടെ കറണ്ട് ചാർജും വാട്ടർ ചാർജും നമ്മൾ അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു 100 രൂപയ്ക്ക് അടുത്ത് വരും. അപ്പം എല്ലാം കൂടി റൗണ്ട് ഫിഗർ ഒരു 500 രൂപയ്ക്ക് അടുത്ത് നമ്മുടെ താമസത്തിന് വേണ്ടി മാത്രമായിട്ട് വേണ്ടി വരുന്നു. പിന്നെ പ്രധാനമായിട്ടുള്ള ചിലവെന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൻ്റെയാണ്. ഭക്ഷണ രീതി പലരും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ കിട്ടുമെന്നുള്ളതും അതിൻ്റെ വിലകൾ എങ്ങനെയൊക്കെയാണെന്നും ഒന്ന് കാണാം. ഇതിവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. എസ് മാർക്കറ്റ് എന്നാണ് പേര്. ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ എടുക്കുന്നത് മുതൽ ബില്ല് പേ ചെയ്യുന്നവരെയുള്ള കാര്യങ്ങൾ സെൽഫായിട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ഒരു സ്ഥലത്തും സെക്യൂരിറ്റി ക്യാമറയോ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. തൂക്കം നോക്കുന്നതിനും വില അറിയുന്നതിനും ഇതുകൂട്ടുള്ള ഡിജിറ്റൽ ത്രാസുകൾ ഇവിടെ എല്ലായിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇവിടെ കിട്ടാത്ത സാധനങ്ങളിലൊന്നാണ് മസാല ഐറ്റങ്ങൾ. അത് നാട്ടിൽ നിന്ന് വരുമ്പോൾ മറക്കാതെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി അറിയേണ്ടത് വിലയാണ്. ഇവിടെ കറൻസി യൂറോയാണ്. 1 യൂറോ എന്ന് പറയുമ്പോൾ ഇപ്പം 91 രൂപയ്ക്ക് മുകളിലുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങളുടെ വില ഇന്ത്യൻ കറൻസിയായിട്ട് താരതമ്യം ചെയ്ത് നോക്കാം. ഇവിടെ വില പബ്ലിഷ് ചെയ്തിരിക്കുന്നതെല്ലാം കിലോഗ്രാം റേറ്റിലാണ്. നമുക്ക് തക്കാളിയുടെ വിലയൊന്ന് നോക്കാം. 4.99 യൂറോയാണ് 1 കിലോ തക്കാളിയുടെ വില കൊടുത്തിരിക്കുന്നത്. അതായത് 450 രൂപയ്ക്ക് മുകളിലാണ് 1 കിലോ തക്കാളിയുടെ വില. നമ്മുടെ നാട്ടിൽ 40 രൂപ കണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കുക്കുമ്പറിൻ്റെ വില കൊടുത്തിരിക്കുന്നത് 4.89 യൂറോയാണ്. അതുകൂട്ട് തന്നെ 450 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. 1 കിലോ പച്ചമുളകിൻ്റെ വിലയൊന്ന് നോക്കി 8.49, അതായത് 750 രൂപയ്ക്ക് മുകളിലാണ്. 1 കിലോ പഴത്തിന് 1.99, അതായത് 150 രൂപയ്ക്ക് മുകളിലാണ്. 1 കിലോ സവാളയുടെ വില ഉണ്ട് 2.15, 150 രൂപയ്ക്ക് മുകളിലാണ്. റൈസിൻ്റെ വിലയും നോക്കി 1 കിലോ റൈസിന് 7.55, 6.79 എന്നൊക്കെയാണ് റേറ്റ് കിടക്കുന്നത്. അതായത് 500 രൂപയ്ക്ക് മുകളിലാണ് 1 കിലോ റൈസിന് വരുന്ന വില. നമ്മുടെ നാട്ടിൽ 40-45 രൂപയേ ഉള്ളൂ. എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കി. 500 രൂപയ്ക്ക് അടുത്തുള്ള വ്യത്യാസമാണ് 1 കിലോ റൈസ് വാങ്ങിക്കുമ്പോൾ തന്നെ വരുന്ന വ്യത്യാസം. അപ്പോൾ സാധനങ്ങളുടെ വില വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് ഒരു ഏകദേശ ധാരണയായി കാണുമല്ലോ അല്ലേ. സാധാരണ സൂപ്പർ മാർക്കറ്റുകളൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ബില്ല് പേ ചെയ്യുന്നതിന് ഒരുപാട് സമയം പോകാറുണ്ട്. ഇവിടെ സെൽഫായിട്ട് ചെയ്യുന്നതിന് ഇതുകൂട്ടുള്ള കൗണ്ടറുകൾ ഒരുപാടുള്ളതിനാൽ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം എന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നാട്ടിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുവരിക. കാര്യം ഇവിടെ സാധനങ്ങൾക്ക് പണ്ടാരം വിലയാണ്.